സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, FMS കുറിച്ചാണ്. FMS SOP വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. കൂടാതെ ഇതുവരെ ഒരു ഈ പറയുന്ന യൂട്യൂബേഴ്സും ഒന്നും ചെയ്തിട്ടില്ലാത്തൊരു കാര്യം, ഞാൻ എന്റെ സ്വന്തം SOP FMS ഞാൻ അപ്ലൈ ആണെങ്കിൽ എങ്ങനെ ബിൽഡ് ചെയ്യുന്നുള്ളതും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞുതരാം. അപ്പൊ അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഐ വാസ് തിങ്കിങ്, ഞാൻ ഇതുവരെ ലോങ് ഫോർമാറ്റ് കണ്ടന്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. 40 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഒക്കെ ഉള്ള വീഡിയോസ് ആണ് ഇട്ടിട്ടുള്ളത്. പക്ഷെ ഐ എം ഫീലിംഗ് ലൈക്ക് ഇപ്പൊ ഒരുപാട് ട്രാവലിംഗും ഓപ്പൺ ഡാഡിന്റെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് ഒരുപാട് ബിസി ആവുന്നതുകൊണ്ട് എനിക്ക് പലപ്പോഴും ഒരു 40 മിനിറ്റ്സ് വീഡിയോ ഇരുന്ന് റിസർച്ച് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടില്ല. സോ ഐ തോട്ട് ഐ വിൽ സ്വിച്ച് ടു ഷോർട്ട് ഫോർമാറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ റീൽസിലോട്ടൊക്കെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഇട്ടിരിക്കാം. ഡെഫിനറ്റ്ലി ഡു ഫോളോ, പ്ലീസ് സപ്പോർട്ട്, ഷെയർ ഇറ്റ് ടു നിങ്ങളുടെ എന്താ പറയുക ഫ്രണ്ട്സ് ആരെങ്കിലും MBA ആസ്പിറൻസ് ഉണ്ടെങ്കിൽ, കോച്ചിങ് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനല്ലാത്ത ഇന്റർവ്യൂ പ്രിപ്പറേഷൻ, കേസ് പ്രിപ്പറേഷൻസ്, പിന്നെ ഈ ബി സ്കൂൾ അപ്ഡേറ്റ്സ്, ഡെഡ് ലൈൻ അപ്ഡേറ്റ്സ്, അതുപോലെ SOP റിവ്യൂസ്, ഒരുപാട് കാര്യങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഐ മീൻ കമ്മിങ് ബാക്ക് ടു ദി സീരിയസ് ഡിസ്കഷൻ, ഒരുപാട് പേര് എന്റെ അടുത്ത് ടെക്സ്റ്റ് ചെയ്ത് ചോദിച്ച 2-3 കാര്യങ്ങളാണ്. ഒന്ന്, SOP റിവ്യൂ ചെയ്യാന്നുള്ളത്. റിവ്യൂ ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് എല്ലാം റിവ്യൂ ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല, അതുകൊണ്ട് അത് എനിക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. വേറൊരു കാറ്റഗറി ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഐഡിയ കൺവേ ചെയ്താൽ പോരെ, നമ്മൾ ഗ്രാമറിലും മറ്റതിലും അതിലും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുള്ളത് മണ്ടത്തരം ഒരിക്കലും കാണിക്കരുത്. കാരണം എന്താന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഇന്റർവ്യൂവിന് പോവാണെങ്കിൽ വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കൊരു നിക്കറിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയാൻ ഇന്റർവ്യൂവർ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. പക്ഷെ നിങ്ങൾ വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ആ ഒരു കോളിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഇന്റർവ്യൂവിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു മെയിൽ, ഫോർമൽ മെയിൽ അയക്കുമ്പോൾ നിങ്ങൾക്ക് ചാറ്റ് ലിങ്കോ യൂസ് ചെയ്തിട്ടായിരിക്കും, അവർക്കും മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പക്ഷെ എന്നിട്ടും നിങ്ങൾ ഈ സല്യൂട്ടേഷനും മറ്റതും അടിയിൽ സിഗ്നേച്ചറും ഒക്കെ വെക്കാൻ പറയുന്നതിന്റെ ഒരു കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എത്രത്തോളം ആ ഒരു കോളിനെ വാല്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിനെ വാല്യൂ ചെയ്യുന്നു എന്നുള്ളത് ശരിക്കും ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ. അതായത് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് എഴുതുക എന്നുള്ളത്, അതിന്റെ പുറത്ത് കുറച്ച് ടൈം എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്ന് അവരെ കാണിക്കുന്നത്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട സാധനം, ഇന്റർവ്യൂ പാനൽ അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. സോ വെരി സോറി ഫോർ ദി ബാക്ക്ഗ്രൗണ്ട് നോയ്സ്, ബട്ട് ഐ കാൻ ഹെൽപ്പ് ഇറ്റ്. സോ ബേസിക്കലി ഈ ഒരു ഇന്റർവ്യൂവിന്, അതായത് ഇപ്പം ബി സ്കൂളിന്റെ ഒരു ഇന്റർവ്യൂ തന്നെ ആണെങ്കിൽ ഒരു 5-6 കാൻഡിഡേറ്റ്സിനെ അവർ ഒരു സീറ്റിന് വിളിക്കുന്നുണ്ട്. അപ്പം ഐഡിയലി അവർ നിങ്ങളെ സെലക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളെ റിജക്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാരണങ്ങളാണ് നോക്കുന്നത്. സോ ദേ വിൽ ബി ലുക്കിംഗ് ഫോർ സംതിങ്. ഒരു ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ഈ ഫ്ലോയുടെ പേരിൽ ഇവർ ഒഴിവാക്കാന്നുള്ള രീതിയിലായിരിക്കും അവർ മനസ്സിൽ വിചാരിക്കുന്നത്. ഇപ്പൊ ഞാനും ഈ പറയുന്ന ഐഡിയ പിച്ചിങ് കോമ്പറ്റീഷൻ, ഹാക്കത്തോൺസിലൊക്കെ ജഡ്ജൊക്കെ ആയിട്ട് പോകുമ്പോൾ നല്ല ടീമുകൾ ഒരുപാട് വരുമ്പോഴും നമുക്ക് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും മാത്രമേ കൊടുക്കാൻ പറ്റൂ. അപ്പം ബാക്കിയുള്ള ടീംസിന് നമ്മൾ എന്തെങ്കിലും ഇവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കുറവുണ്ടെങ്കിൽ ആ ഒരു കാരണം പറഞ്ഞ് നമ്മൾ അവർക്ക് പ്രൈസ് കൊടുക്കാതിരിക്കുക ചെയ്യുന്നത്. സോ ഇത് തന്നെയാണ് ഒരു ഇന്റർവ്യൂറിന്റെ ഇത്. നിങ്ങൾ നല്ല കാൻഡിഡേറ്റ് ആയിരിക്കാം, നിങ്ങളുടെ ഐഡിയാസ് അടിപൊളിയായിരിക്കാം, പക്ഷെ നിങ്ങൾ ആ ഒരു ബേസിക് എഫേർട്സ്, ബേസിക് കേർട്സ് കാര്യങ്ങളൊക്കെ ഇട്ടില്ലെങ്കിൽ അവര് നിങ്ങളെ സെലക്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾ പോകുന്ന ഒരു ബി സ്കൂൾ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ എ ട്രെയിനിങ് ഫോർ ദി കോർപ്പറേറ്റ്, ഇറ്റ്സ് എ ട്രെയിനിങ് ഫോർ ബിൽഡിംഗ് യുവർ കരിയർ, പ്രൊഫഷണലിസം എക്സെട്ര. സോ ബി സ്കൂളിലാണെങ്കിൽ നിങ്ങൾ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രീ പ്ലേസ്മെന്റ് ഡോക്സിനും മറ്റൊക്കെ നിങ്ങൾ ബിസിനസ് സ്യൂട്ട്സ് ഇടേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ നല്ലോണം വെൽ ഗ്രൂംഡ് ആയിരിക്കണം, നിങ്ങൾ സംസാരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലായിരിക്കണം. അപ്പം ഇതിന്റെയൊക്കെ ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ പോകുന്ന ഒരു കോളേജിന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ വെറുതെ ഐഡിയ കൺവേ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇങ്ങനെ കണക്കുണോ എഴുതിയിട്ടൊരു കാര്യമില്ല. വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് എഴുതണം. ഞാനിപ്പോ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്, ഞാൻ ഇപ്പൊ എന്റെ റെസ്യൂമേ ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഐ മീൻ, ഞാൻ സാംസങ്ങിൽ വർക്ക് ചെയ്തു, ഓപ്പൺ ഡാഡിൽ വർക്ക് ചെയ്തു, അതിന് മുന്നേ ഒപ്റ്റത്തിൽ ഇന്റേൺഷിപ്പ് ചെയ്തു, അത് ചെയ്തു. ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തിട്ട് ഇപ്പം ഒരു 3-4 വർഷമായി. അതിന് മുന്നേ 2 വർഷം MBA ചെയ്തു. ഞാൻ 6 വർഷം പിന്നോട്ട് പോയാൽ, അതായത് ഞാനിപ്പം FMS അപ്ലൈ ചെയ്യായിരുന്നെങ്കിൽ എന്റെ ഒരു അപ്രോച്ച് എന്തായിരിക്കും SOPക്ക് എന്നാണ് ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത്. നിങ്ങൾക്ക് വെരി കമ്പല്ലിംഗ് ആയിട്ടുള്ളൊരു SOP എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കോളേജിൽ ജോയിൻ ചെയ്യണം, നിങ്ങളുടെ റീസൺസ് എന്താണ്, നിങ്ങൾ എന്തൊക്കെയാണ് ഡ്രൈവ് ചെയ്യുന്നത്, ഇതാണ് ബേസിക്കലി ഒരു SOPയിൽ എഴുതേണ്ടത്. അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പേഴ്സണൽ സ്റ്റോറി ഉണ്ട്, നിങ്ങൾ കോൺഫിഡന്റ് ആണ്, ഈ പറയുന്ന SOP എനിക്ക് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കൊരു കമ്പൽസറി റീസൺ കണ്ടുപിടിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദി വീഡിയോ, യു ക്യാൻ സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്. ബട്ട് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എ ലോട്ട് ഓഫ് കാൻഡിഡേറ്റ്സ് ആർ വെരി കൺഫ്യൂസ്ഡ്, എന്തൊക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ ഒരു എക്സാമ്പിൾ എടുത്ത് ഞാൻ ഇത് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അപ്രോച്ച് ചെയ്യുക എന്നുള്ളത്. ഇതാണ് ലോകത്തിലെ ഏറ്റവും നല്ല അപ്രോച്ച് എന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് ദിസ് ഹാസ് വർക്ക്. നമ്മൾ കഴിഞ്ഞ വർഷം അതിന് അങ്ങേ വർഷം അതിന് മുന്നത്തെ വർഷമൊക്കെ ഞാൻ ഒരുപാടധികം കാൻഡിഡേറ്റ്സിനെ മെന്റർ ചെയ്തിട്ടുണ്ട്, അവരുടെ SOPs ഫില്ല് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ ടോപ്പ് ബി സ്കൂൾസ് കയറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസും നമ്മുടെ ഒരുപാട് കൊളീഗ്സുമായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസും വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്ന മൊത്തം ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പം
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ക് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എന്നെ കാണാം. യെസ്, എന്നെ കാണുന്നുണ്ട്. ആൻഡ് ഞാനിപ്പം ഈ സ്ക്രീനിൽ എഴുതിയിരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് കാണാം എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബി സ്കൂൾ സൈക്കിളിൽ നിങ്ങൾ FMSന് മാത്രമായിരിക്കില്ല അപ്ലൈ ചെയ്യുക. നിങ്ങൾ ചിലപ്പം SPJN അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പൊ SPJN ഇതേപോലെ ഒരു SOP ഉണ്ടാവും. പക്ഷെ അതിനകത്ത് തിങ്സ് മൈറ്റ് ബി സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഇൻ ദ സെൻസ് ചിലപ്പം അവിടെ വേർഡ് ലിമിറ്റ് ഡിഫറെന്റ് ആയിരിക്കാം. പക്ഷെ മോർ ഓർ ലെസ് നമ്മളുടെ മൊത്തത്തിലുള്ള ഒരു ഐഡിയ ഓൾമോസ്റ്റ് സെയിം ആണ്. നമുക്ക് ഈ പറയുന്ന എന്തുകൊണ്ടാണ് നമ്മൾ ജോയിൻ ചെയ്തതെന്ന് അവിടെ പറയണം. ഇതാണ് നമ്മളുടെ ഒരു കോർ ഐഡിയ, റൈറ്റ്? അപ്പം ആദ്യം ചെയ്യേണ്ടത് ഈ ഡോക്യുമെന്റ് വളരെ സൂക്ഷിച്ചു വെക്കുക. അതുകൊണ്ട് തന്നെ വേർഡ് ഡോക്യുമെന്റ് ഉണ്ടാക്കാതെ നിങ്ങൾ ഗൂഗിൾ ഡോക്ക് തന്നെ ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ പ്രൈമറി മെയിലിൽ. അതാകുമ്പോൾ അത് അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഭാവിയിൽ ബി സ്കൂളിൽ പോകുമ്പോഴും ഒക്കെ ഈ ഒരു സാധനം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്യൂമെ ബിൽഡ് ചെയ്യാനും നിങ്ങൾക്ക് ഓരോരോ ക്ലബ് കമ്മിറ്റീസിന് അപ്ലൈ ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം എളുപ്പമായിരിക്കും. ഈ ഒരു സൈക്കിളിൽ തന്നെ നിങ്ങൾ ഇനിയും ഇതേപോലെ ഒരുപാട് SOPs, ബിറ്റ്സോമിന് അപ്ലൈ ചെയ്യണം, ബിറ്റ്സോമിന് SOP എഴുതണം. അപ്പൊ ഇതുപോലുള്ള SOPs ഒക്കെ ഒരുപാട് എഴുതാൻ വേണ്ടിയും ഇത് യൂസ് ചെയ്യും. അപ്പൊ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നിങ്ങളുടെ ലൈഫിലെ എല്ലാ അച്ചീവ്മെന്റ്സും ഒരു ഡോക്യുമെന്റിൽ ഉണ്ടാക്കി നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക. അത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. അതായത് ഇത് നമ്മൾ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് എവിടെ ഇടുന്നില്ല. ഇപ്പൊ എന്റെ കേസിലാണെങ്കിൽ ഞാൻ എടുത്ത കോഴ്സ് BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ 6 വർഷം പിന്നിലാണ് കേട്ടോ. അതായത് ഞാനിപ്പം എന്റെ കാറ്റൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ്. സോ ഐ ആം ഗോയിങ് ബാക്ക് ഇൻ ടൈം 2019 നവംബർ ഫസ്റ്റ് വീക്ക് ആണിത് എന്നുള്ള രീതിയിലാണ് ഞാൻ എഴുതുന്നത്. സോ BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ കഴിഞ്ഞത്. എന്നിട്ട് ഞാൻ എന്റെ അക്കാഡമിക് അച്ചീവ്മെന്റ്സ്, എക്സ്ട്രാ കരിക്കുലർ, വർക്ക് എക്സ്പീരിയൻസ്, ഇന്റേൺഷിപ്പ്, ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്രന്റീസ്ഷിപ്പ് ആഡ് ചെയ്യാം. ഓക്കെ, എനിക്കിപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. എനിക്ക് അപ്രന്റീസ്ഷിപ്പ് ഇല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്രന്റീസ്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് സാധനം കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. യെസ്, അപ്പം അതുണ്ടെങ്കിൽ അത്. അപ്പൊ എനിക്ക് നോ അപ്രന്റീസ്ഷിപ്പ് ആണ്. ഓക്കെ, ഞാൻ ലീവ് ചെയ്യുന്നു. ഇന്റേൺഷിപ്സിന്റെ കേസിലാണെങ്കിൽ ഞാൻ ഒരു ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. സ്ട്രാറ്റ്ലൈറ്റ് ബിസിനസ് സ്കൂൾ UKയിൽ ഓൺട്രപ്രണർഷിപ്പ് ഡ്യൂറിങ് ക്രൈസിസ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രൊജക്റ്റിൽ ഞാൻ ബേസിക്കലി ഒരുപാട് കിരാന സ്റ്റോർസോ ഒക്കെ ആയിട്ട് ഇന്റർവ്യൂസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 10-30 കിരാന സ്റ്റോർസോ 20 കിരാന സ്റ്റോർസോ ഒക്കെ ആയിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് കുറെ കേസ് സ്റ്റഡീസ് ബിൽഡ് ചെയ്ത് കൊടുക്കുകയായിരുന്നു ആ ഒരു ബി സ്കൂൾസിന് വേണ്ടി. അപ്പൊ ഞാൻ ഒരു ഇന്റേൺഷിപ്പ് മാത്രമേ എന്റെ മൊത്തം MBAക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ അത് ഇവിടെ മെൻഷൻ ചെയ്തു. പിന്നെ പ്രൊജക്ട് എന്ന് പറയുമ്പോൾ എന്റെ പ്രൊജക്ട്സ് എല്ലാം ലിസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഇത് റെലവെന്റ് ആണോ അല്ലേന്ന് ഇപ്പം നോക്കണ്ട. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, എന്റെ പ്രൊജക്ട്സ് എന്ന് പറയുന്നത് എന്റെ ഫൈനൽ ഇയർ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂമാറ്റിക് ബേസ്ഡ് എൻട്രി ആൻഡ് ഡീട്രെയിൻ സിസ്റ്റം ആയിരുന്നു. അതായത് ഒരു ബേസിക്കലി ഒരു ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാട്രോണിക്സ് പ്രൊജക്ട് ആയിരുന്നു. പക്ഷെ ഇതിന് ബി സ്കൂൾ POVയിൽ വലിയ റെലവൻസ് ഒന്നുമില്ല. ബട്ട് അറ്റ് ദി സെയിം ടൈം ഞാനത് മെൻഷൻ ചെയ്യുകയാണ്, കാരണം എന്റെ പ്രൊഫൈലാണ് ഞാൻ ഇവിടെ എഴുതുന്നത്, അല്ലെ? അപ്പൊ ഞാൻ എല്ലാ സാധനങ്ങളും കൂടെ ചെകഞ്ഞെടുത്ത് എഴുതുക. കാരണം നമ്മൾ വിചാരിക്കും അതങ്ങ് എഴുതി തുടങ്ങി കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ വരുമെന്ന്. ഒരിക്കലും വരില്ല. നമ്മളിങ്ങനെ ലിസ്റ്റ് ചെയ്ത് നമ്മൾ അതിനകത്ത് നോക്കി ഇതിൽ നിന്നൊക്കെ എന്ത്. ഇപ്പം SOPയുടെ കേസിൽ ഫോർ എക്സാമ്പിൾ എന്റെ പ്രൊജക്ട് ഇറലവന്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഇന്റർവ്യൂവിന്, അതായത് ഇപ്പം ആവശ്യമില്ല, പക്ഷെ നിങ്ങൾ ഫൈനൽ കോളേജിന്റെ ഇന്റർവ്യൂസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഹൗ ഡു യു ഹാൻഡിൽ ക്രൈസിസ് ഇൻ ജനറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത് വെച്ചിട്ടൊരു ആൻസർ പറയാനുണ്ട്. അതായത് എന്റെ പ്രൊജക്ട് നടക്കുന്ന സമയത്ത് ഒരു ക്രൈസിസ് ഉണ്ടാവുകയും അവിടെ ഞാനത് എങ്ങനെ എന്റെ ഇടപെടലുകൊണ്ട് അത് ഹാൻഡിൽ ചെയ്തു എന്നുള്ളതും എനിക്ക് മെൻഷൻ ചെയ്യാനുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇതൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങളുടെ പ്രൊഫൈൽ സ്മാർട്ട് എനർജി മീറ്റർ മാനേജ്മെന്റായിട്ട് ഒരു റെലവൻറ്റും ഇല്ല, ബട്ട് സ്റ്റിൽ മെൻഷൻ ദാറ്റ്. ഇതെല്ലാം ഇപ്പൊ യൂസ് ഉണ്ടാവുന്നല്ല, പക്ഷെ ഡു ദിസ് ആക്ടിവിറ്റി അറ്റ്ലീസ്റ്റ് വൺസ്, ഓരോ തവണയും ചെയ്യാതെ. ഈ BRC പോയിട്ട് ഫുൾ പാസേജ് വായിച്ച് പിന്നെയും ഓരോ ക്വസ്റ്റിനും വേണ്ടി വായിക്കാതെ ഒരു തവണ മര്യാദയ്ക്ക് വായിക്കാൻ പറയുന്ന പോലത്തെ ഒരു കാര്യമാണ്. ഒരു തവണ ഇത് മര്യാദയ്ക്ക് ചെയ്യുക. Kerala-Rescue.in ആണ് എന്റെ ഏറ്റവും കീ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു സാധനം. കാരണം കേരളത്തിൽ 2018 ഫ്ലഡ്സ് വന്ന സമയത്ത് കേരളത്തിന്റെ ഒഫീഷ്യൽ റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ പോർട്ടൽ ഫൗണ്ട് ചെയ്തത് ഞാനും എന്റെ കൂടെയുള്ള 6 മെമ്പേഴ്സ് ആയിരുന്നു. 7 മെമ്പർ ടീം ആയിരുന്നു. സോ ഐ വാസ് എ മെമ്പർ ഓഫ് ദി ഫൗണ്ടിംഗ് ടീം. ഇറ്റ് വാസ് ടേക്കൺ ഓവർ ബൈ ദി ഗവൺമെന്റ്. 55,000 വോളണ്ടിയേഴ്സ് രജിസ്റ്റർ ചെയ്ത് ഒരു 50,000-ഓളം ആൾക്കാരുടെ ഹെൽപ്പ് റിക്വസ്റ്റ്, അതായത് നമ്മൾ സോൾവ് ചെയ്ത വൺ ഓഫ് ദി ബിഗസ്റ്റ് ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്സ് ഫ്രം കേരളയാണ് ആക്സിഡന്റൽ ഇന്നോവേഷൻ. ബട്ട് ഇതാണ് എന്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രോജക്റ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പം അത് ഞാൻ എഴുതി അവിടെ. ലീഡർഷിപ്പ് ഓർ പൊസിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, ഇവിടെ നിങ്ങൾ പ്ലേസ്കോമോ പ്രെപ്കോമോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും NSS തണല് ഇത് അങ്ങനെയുള്ള എല്ലാ സാധനവും സ്കൂളിലുള്ളത് എഴുതാം. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു റൈറ്റ്. അതെല്ലാം എഴുതി വെക്കുക. അതായത് ഞാനിപ്പോൾ ട്രെയിനിങ് സെൽ കോർഡിനേറ്റർ ആയിരുന്നു കോളേജിൽ, സെക്രട്ടറി IEEE സ്റ്റുഡന്റ് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു, കൊച്ചി സബ്സെക്ഷൻ ഇതായിരുന്നു, പിന്നെ ടോക്സ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെക് ഫെസ്റ്റിന്റെ ടോക്സ് കമ്മിറ്റി മെമ്പർ ആയിരുന്നു.
അപ്പൊ നിങ്ങൾ എന്റെ ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോക്സ് കമ്മിറ്റി എന്നൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ കോളേജിൽ നിന്ന് വിളിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ അവിടുത്തെ ആർട്സ് ഫെസ്റ്റിവലിന് എന്തെങ്കിലും 2 ചായ എടുത്ത് കൊടുത്തിട്ടായിരിക്കാം. പക്ഷെ അതിലെന്താ പറയാ, മറ്റേ ഹോസ്പിറ്റാലിറ്റി ടീം, ഐ മീൻ കോർ ടീം മെമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുക. സോ അങ്ങനെ പ്രൊജക്ട് ചെയ്യാൻ പഠിക്കുക, മനസ്സിലായല്ലേ? ഞാൻ സ്കൂളിൽ പ്രസിഡന്റ് ആയിരുന്നു, 10th പഠിക്കുമ്പോൾ ചെയർമാൻ ഓഫ് ഫിസിക്സ് ക്ലബ് ആയിരുന്നു. പിന്നെ NGO ഓർ സോഷ്യൽ വർക്ക്, ഇത് നമ്മൾ എന്തായാലും മെൻഷൻ ചെയ്യേണ്ട ഒരു സാധനമാണ്. കാരണം ഒരുപാട് ബി സ്കൂൾസ് ഇൻക്ലൂഡിങ് SPGനൊക്കെ പ്രത്യേകിച്ച് ഈ പറയുന്ന ഈ NGO സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ അവിടെ നമ്മളുടെ എന്താ പറയാ, കോവിഡിന്റെ സമയത്ത് CMDRF ഒരു ഫണ്ട് റൈസിംഗ് ഇവന്റ് നടത്തി 1,22,000 റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ IEEE ഒക്കെ ഭാഗമായിട്ട് തന്നെ കുറെ ഹാക്കത്തോണും ജോബ് ഫെയർ ഇന്റേൺഷിപ്സ് ഡ്രൈവ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. STEM അവയർനെസ് ക്യാമ്പയിൻസ് ഞാൻ കുറെ ടോക്സും കാര്യങ്ങളൊക്കെ സ്കൂൾസിലും കോളേജിലും ചെയ്യാറുണ്ടായിരുന്നു. അവാർഡ്സ് ആണ് അടുത്തത്. അപ്പൊ അവാർഡ്സിന്റെ കേസിൽ നിങ്ങൾക്ക് അവാർഡ്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്സ് ആഡ് ചെയ്യാം. ഇപ്പൊ എന്റെ കേസിലാണെങ്കിൽ ഞാൻ ഏഷ്യ പസഫിക് ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ് വോളണ്ടിയർ അവാർഡ് എനിക്ക് 2019 കിട്ടിയിട്ടുണ്ട്. 2018 IEEE കേരള സെക്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ് വോളണ്ടിയർ അവാർഡും പിന്നെ കേരള റെസ്ക്യൂ ഡോട്ടിന് അന്ന് കേരളത്തിലെ IT സെക്രട്ടറി ഒരു ഫെലിസിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്റെ അവാർഡ്സ്. നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എനിക്ക് ഒരുപാട് എക്സ്ട്രാ കരിക്കുലർസ് ഉണ്ട്, പക്ഷെ എനിക്ക് അക്കാഡമിക് അച്ചീവ്മെന്റ്സ് വളരെ കുറവാണ്. അപ്പം ഇത് കണ്ടിട്ട് ആരും വിചാരിക്കരുത് ഇയാള് ഫുള്ള് ഈ പറയുന്ന ഇങ്ങനത്തെ പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിലേ മാത്രമേ ബി സ്കൂളിൽ കയറാൻ പറ്റുള്ളൂ എന്നല്ല. എന്റെ പ്രൊഫൈൽ ശരിക്കും ഒരു ഏരിയയിൽ സ്ട്രോങ് ആണെങ്കിലും വേറൊരു ഏരിയയിൽ വീക്ക് ആണ്. ഫോർ എക്സാമ്പിൾ എന്റെ അക്കാഡമിക് അച്ചീവ്മെന്റ്സിൽ ഞാൻ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഹാക്കത്തോൺസിന് പോയി അതും ഇതും കിട്ടിയത് മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പം നിങ്ങൾ 10th-ലോ 12th-ലോ പഠിക്കുമ്പോൾ നിങ്ങൾ സ്കൂൾ ടോപ്പർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൽ സ്കൂൾ ടോപ്പർ ആയിരുന്നു. അപ്പൊ അത് എഴുതേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സ്കൂളിൽ മൊത്തം +2-ൽ അന്ന് എക്സാം എഴുതി 200 പേരുണ്ടെങ്കിൽ ആ 200 പേരിൽ ടോപ്പർ ആയി എന്ന് വേണം എഴുതാൻ. അല്ല സേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സ്കൂളിൽ 10 പേരെ മൊത്തം പരീക്ഷ എഴുതിയോളെങ്കിൽ 10 പേരിൽ ടോപ്പർ ആയി എഴുതുന്നതിനേക്കാൾ നല്ലത് ടോപ്പ് 1%-നോ 2%-നോ ഒക്കെ എഴുതാം, അല്ലെങ്കിൽ 10%-നോ എഴുതാം. 10% വലിയ കാര്യമില്ല, എന്നാൽ ഞാൻ പറയാണ്. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഒരു രീതിയിൽ നിങ്ങൾ മാറ്റിയേക്കണം. ഓക്കെ. പിന്നെ ഇനി വേറെ ഉള്ളൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ്. അപ്പൊ അതിനകത്ത് ഞാൻ സ്റ്റാമ്പ് കളക്ഷൻ, ഗോയിങ് കളക്ഷൻ എഴുതിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ STEM ഔട്ട്റീച്ച് ടോക്സിന് ഞാൻ പോകാറുണ്ട്. പബ്ലിക് സ്പീക്കിംഗ് ഇഷ്ടമാണ്. പിന്നെ പോസ്റ്റർ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം ഹോബീസ് ഇൻട്രസ്റ്റ് എഴുതി. ഇതുപോലെ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു ഹെഡർ, സേ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ ഇല്ലാത്ത എന്നാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്ന ഒരു സാധനം എന്ന് പറയുന്നത് സ്പോർട്സ് അച്ചീവ്മെന്റ്സ് ആണ്. ഇപ്പൊ സ്പോർട്സ് അച്ചീവ്മെന്റ്സ് എഴുതിയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ എന്തെങ്കിലും കുറെ ഈ പറയുന്ന ഇന്ന സാധനം നാഷണൽസ് പോയിട്ടുണ്ട്, അത് ഇത് സാധനങ്ങൾ. അക്കാഡമിക് അച്ചീവ്മെന്റ്സ് നിങ്ങൾക്ക് ഒളിമ്പിയാഡ്സ് കാര്യങ്ങളൊക്കെ എഴുതാം. അതേപോലെ സ്കോളർഷിപ്പിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന വേറൊരു സാധനം, എവിടെ സ്കോളർഷിപ്പ് ഓക്കെ. സ്കോളർഷിപ്പിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലൊക്കെ ഉള്ള ഒരുപാട് സ്കോളർഷിപ്സ് ഉണ്ടല്ലോ. ഇപ്പൊ 10th ഫുൾ A+ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സ്കോളർഷിപ്പ്, അങ്ങനെയുള്ള സ്കോളർഷിപ്പ് ഒക്കെ എഴുതാം. പക്ഷെ അതൊക്കെ എഴുതുമ്പോൾ അതൊന്ന് പഠിക്കുക. അതായത് സേ ഫോർ എക്സാമ്പിൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5% ആൾക്കാർക്ക് മാത്രം കിട്ടിയ ഒരു സ്കോളർഷിപ്പ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് പറയാൻ കുറച്ചുകൂടെ ഇതുണ്ടാവും. അല്ലാതെ ഇപ്പം എല്ലാവർക്കും കൊടുക്കുന്ന മറ്റേ നാട്ടിലെ പഞ്ചായത്ത് കൊടുക്കുന്ന പോലത്തെ അവാർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ നിങ്ങൾക്ക് എഴുതാം. പക്ഷെ എഴുതുമ്പം നല്ലോണം തള്ളി മറിച്ച് പ്രൊജക്ട് ചെയ്ത് എഴുതുക, അതിന്റെയൊക്കെ പ്രൂഫ്സ് ഒപ്പിക്കാൻ നോക്കുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക. ഞാൻ ഒരു സാധനം കൂടെ ഇവിടെ എഴുതിയെന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് ബിസിനസ് ലീഡർ റോൾ മോഡല. ഇതിനകത്ത് എനിക്ക് ആവശ്യമില്ല, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ജനറലി ഗുഡ് ടു ഹാവ് ദിസ്. ചില ആൾക്കാർക്ക് ഇപ്പം അധികം SOP-യിലൊന്നും എഴുതാനില്ലെങ്കിൽ യു ക്യാൻ ഓൾസോ റൈറ്റ് ഇറ്റ് ഇൻ ദ ലൈൻസ് ഓഫ് നിങ്ങളുടെ റോൾ മോഡൽ, ഹൗ യു ഗോട്ട് ഇൻസ്പയർഡ് ആൻഡ് ഹൗ യു ഡു വോണ്ട് ടു ഡു ദാറ്റ്. അപ്പം എന്റെ നിഖിൽ കാമത്താണ്. മെയിൻലി ബിക്കോസ് ഓപ്പൺ സോഴ്സ് ആയിട്ട് ബിൽഡ് ചെയ്തതാണ്, വളരെ സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്തതാണ് സെറോദ. ബൂട്ട് സ്ട്രാപ്പ് ചെയ്ത് ബിൽഡ് ചെയ്ത ഒരു കമ്പനിയാണ്. പിന്നെ ബിൽഡിംഗ് ഇൻ പബ്ലിക്, പുള്ളിക്കാരന്റെ ഒരു പബ്ലിക് പ്രസൻസ്. പിന്നെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അയ്യോ ഇതെന്തോ വലിയ കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന സാധനമാണെന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിന്ന് മാറി അതൊന്ന് ഓപ്പൺ അപ്പ് ചെയ്ത് തന്ന ഒരു പുള്ളിക്കാരനാണെന്നുള്ള രീതിയിൽ. അപ്പം ഇതാണ് എന്റെ ഫസ്റ്റ് ആക്ടിവിറ്റി. ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് എഴുതുക. അപ്പൊ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു SOP-യിൽ നമ്മൾ പ്രൊജക്ട് ചെയ്യേണ്ട 2 സാധനം, ഒന്ന് ഞാൻ എന്താണെന്നും 2 എന്തുകൊണ്ട് എനിക്ക് FMS എന്നുമാണ്. ഇപ്പൊ FMS-ന്റെ കേസിൽ പറയുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഞാൻ അടുത്തത് ഇത് ChatGPT നേരെ എടുത്തത്. നിങ്ങൾക്ക് ChatGPT കിട്ടുന്ന സാധനമാണ്. FMS-നെ കുറിച്ച് നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് റിസർച്ച് ചെയ്തൊരു ഡോക്യുമെന്റിൽ ഇടുക. ഇപ്പൊ ഉദാഹരണത്തിന് FMS-ന്റെ ലെഗസി ആണ് വൺ ഓഫ് ദി ബിഗസ്റ്റ് തിങ്. അതായത് ഇന്ത്യയിലെ വൺ ഓഫ് ദി ടോപ്പ് 2 ഓൾഡസ്റ്റ് ബി സ്കൂൾസ് ആയിരിക്കും. XLR FMS ആണ് 2 ഓൾഡസ്റ്റ് ബി സ്കൂൾസ്. റെഡ് ബിൽഡിംഗ് ഓഫ് ഡ്രീംസ് എന്ന് അറിയപ്പെടുന്നതാണ്. സോ ഈ ഫ്രേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് SOP-യിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്ട്രോങ് അക്കാഡമിക് റിസർച്ച് കൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫാക്കൽറ്റീസ്. ഓക്കെ,
ROI ഇത് നിങ്ങൾക്ക് SOP യിൽ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. കാരണം എല്ലാവർക്കും അറിയാം FMS കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത്ര ROI ഉള്ളതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഇത്ര കോമ്പറ്റീഷൻ ഉള്ളത്. അല്ലാതെ അവിടെ വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചറും അല്ലെങ്കിൽ ഭയങ്കര മലമറിക്കുന്ന എന്താ പറയാ ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഫെസിലിറ്റീസ് ഒന്നും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. ബട്ട് അറ്റ് ദി സെയിം ടൈം ROI ഈസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഡ്രൈവിംഗ് ഫാക്ടർ. അന്ന് ഞാൻ ChatGPT എടുത്തതേ ഉള്ളൂ. പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് പോയിട്ട് ഇവിടെ ഏറ്റവും ROI കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ പഠിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കും ഇന്റർവ്യൂവിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു IIM അഹമ്മദാബാദ് ഫ്രീ ആയിട്ട് പഠിക്കാനൊരു ഓപ്ഷൻ തന്ന് FMS തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ you will have to say that okay, I am going with IIM Ahmedabad, right? So please don't do that mistake. അത് കഴിഞ്ഞ് പിന്നെ പറയാനുള്ളത് പ്ലേസ്മെന്റ്സ് ആണ്. അപ്പൊ പ്ലേസ്മെന്റ്സിൽ എന്താ വെരി ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക്. ഞാൻ പണ്ട് എനിക്ക് IIFT ഇന്റർവ്യൂ കിട്ടിയ സമയത്ത് ഞാൻ IIFT ഇന്റർവ്യൂവിൽ പോയി പറഞ്ഞു എന്താ ഫ്യൂച്ചർ പ്ലാൻ അല്ലെങ്കിൽ ഷോർട്ട് ടേം ഗോൾ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മാർക്കറ്റ് റിസർച്ച് അനലിസ്റ്റ് ആവണമെന്ന് പറഞ്ഞു. എനിക്ക് എന്താണെന്ന് അറിയില്ല മാർക്കറ്റ് റിസർച്ച് അനലിസ്റ്റ്. എനിക്ക് മാർക്കറ്റിംഗിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മാത്രമേ എനിക്ക് അറിയാവുന്നുള്ളൂ. പക്ഷെ അപ്പാരന്റ്ലി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റ് റിസർച്ച് അനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു റോള് ഈ IIFT പോലുള്ള ടോപ്പ് ബി സ്കൂൾസിന് റിക്രൂട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കാം, ഇപ്പൊ ചില ആൾക്കാർ പറയും എനിക്ക് HR ആവാനാ താല്പര്യം എന്ന് പറയും. HR നിങ്ങൾ കാണുന്നുണ്ടോ അതിനകത്ത്? കൺസൾട്ടിങ് 25 to 30%, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് 20 to 25%, ഫിനാൻസ് ആൻഡ് IB 15 to 20%, product management and e-commerce 10 to 15, general management 10 to 12, operations supply chain 5 to 8, IT analytics. HR കാണില്ല. അപ്പൊ നിങ്ങൾ ഇതൊന്നും അറിയാതെ ഈ കോളേജിനെ കുറിച്ച് ഒന്നും പഠിക്കാതെ നിങ്ങളങ്ങ് വിചാരിക്കുകയാണോ ഓക്കെ FMS ആയതുകൊണ്ട് HR റോൾ വരുമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഒരു HR ഒരു കരിയർ ബിൽഡ് ചെയ്യണം എന്ന് നിങ്ങൾ നിങ്ങളുടെ SOP യിൽ എഴുതി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതൊരു നല്ല ഇതായിരിക്കും എന്നുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൂമിനി നെറ്റ്വർക്ക് ആണ്, സ്റ്റാർട്ടപ്പ് ആൻഡ് ഓട്ടോമേഷൻ. ഒരുപാടധികം CEOസിനെയും ഒരുപാടധികം ബിസിനസ് ലീഡേഴ്സിനെ ഉണ്ടാക്കിയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഫൗണ്ടേഴ്സ് ഓഫ് Paytm, പിന്നെ സൊമാറ്റോ ലീഡർഷിപ്പിൽ, അതായത് CXOs ആട്ടോ, CEO തന്നെ ആവണമെന്നില്ല, ഡെലിവറി, പോളിസി ബസാർ. ഇപ്പൊ ഇവരുടെ തന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ MD and CEO ഓഫ് ടാറ്റ പ്ലേ, ഫൗണ്ടർ നെറ്റ്വർക്ക് 18, ഫോർമർ CEO മാസ്റ്റർ കാർഡ്, കൺട്രി മാനേജർ ആൻഡ് വൈസ് പ്രസിഡന്റ് ഗൂഗിൾ ഇന്ത്യ, ഫോർമർ MD and CEO വോഡാഫോൺ, ex-MD വാൾട്ട് ഡിസ്നി, ഫൗണ്ടർ ക്വാട്രോ BPO, co-founder അശോക യൂണിവേഴ്സിറ്റി, ഫോർമർ ചെയർമാൻ ട്രൈ, co-founder ഓഫ് CEO ഓഫ് ഓയോ. ഒരുപാടധികം നിങ്ങൾക്ക് ഈ പറയുന്ന സാധനങ്ങൾ കാണാം. അപ്പൊ എനിക്കിപ്പം കോളേജിനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ട്. അതായത് വാട്ട് ഇറ്റ് ഗോട്ട് ടു ഓഫർ. ഇപ്പം ഞാനിപ്പോ എന്റെ SOP യിൽ എഴുതുകയാണ് ഓക്കെ നിങ്ങൾക്ക് ഒന്നും അറിയില്ല, FMS ടോപ്പ് ബി സ്കൂളാണെന്ന് അറിയാം. അപ്പൊ നിങ്ങൾ ഒരു ഗസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതുകയാണ് ഐ ഓൾസോ വാണ്ട് ടു എക്സ്പീരിയൻസ് വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് ഔട്ട് ദർ അറ്റ് FMS എന്ന് എഴുതിയ FMSനാകെ ഒരു ബിൽഡിംഗേ ഉള്ളൂ, ഹോസ്റ്റൽ പോലും ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ എഴുതുകയാണ് ഇൻ ക്യാമ്പസ് ലേണിംഗ് എന്ന് എഴുതി കഴിഞ്ഞാൽ ചിലപ്പം ആ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസ് ഒന്നും അല്ലാത്തതുകൊണ്ട് അത്ര റെലവെന്റ് ആയിരിക്കില്ല. അപ്പൊ റെലവെന്റ് ആയിട്ടുള്ള FMS റിലേറ്റഡ് പോയിന്റ്സ് നിങ്ങൾ പഠിക്കുക. ഇനി ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. SOP ചോദിച്ചിട്ടുണ്ട് 1000 ക്യാരക്ടർ, എല്ലാം 1000 ക്യാരക്ടർ. എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് 1000 ക്യാരക്ടർ. എക്സ്ട്രാ കരിക്കുലർ ചോദിച്ചിട്ടുണ്ട് 1000 ക്യാരക്ടർ. ലിസ്റ്റ് ഓഫ് അക്കാഡമിക് ആൻഡ് അക്കാഡമിക് ഓണേഴ്സ്, പ്രൈസസ്, സ്കോളർഷിപ്പ് ആൻഡ് അതർ ഡീറ്റെയിൽസ്, ഇത്രയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതില് ഇത് SOP മാത്രം മാൻഡേറ്ററി ആയിട്ടുള്ള. അപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് ഞാൻ SOP മാത്രം എഴുതാൻ കാരണം അത്രയല്ല മാൻഡേറ്ററി ഉള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ മണ്ടത്തരവും കാണിക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞു വെച്ച സാധനം, അതായത് നിങ്ങൾ എത്രത്തോളം സീരിയസ് ആണെന്ന് കാണിക്കുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ പരിപാടി, റൈറ്റ്? അപ്പൊ നിങ്ങൾ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ എല്ലാ ഓപ്പർച്യൂണിറ്റി, നിങ്ങളെ കുറിച്ച് സംസാരിക്കാൻ കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഈ എക്സ്പീരിയൻസ്, എക്സ്ട്രാ കരിക്കുലർ, ലിസ്റ്റ് ഓഫ് അക്കാഡമിക് ഓണേഴ്സ്, പ്രൈസസ്, സ്കോളർഷിപ്പ് ഒക്കെ മാക്സിമം ഒന്നുമില്ലെങ്കിൽ വിടാന്നല്ലാതെ മാക്സിമം ഫില്ല് ചെയ്യാൻ തന്നെ നോക്കുക. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഇതില് SOP യില് ഇത്ര നമ്മൾ റിസർച്ച് ചെയ്തതിൽ നിന്നും എക്സ്ട്രാ വേണ്ട ഒരു സാധനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ മോട്ടിവേഷൻ ടു പെർസ്യൂ കരിയർ ഇൻ മാനേജ്മെന്റ്. ഇപ്പം ഞാൻ 6 years ബാക്ക് ഐ വാസ് എ ഫ്രഷർ, റൈറ്റ്? അപ്പൊ നിങ്ങൾ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് ടു ഇൻക്ലൂഡ് വർക്ക് എക്സ്പീരിയൻസ്. അതായത് വർക്ക് എക്സ് ഉള്ള ആൾക്കാരുടെ ഇന്റർവ്യൂവിൽ ഒരു 50% ഓഫ് ദി ഡിസ്കഷൻ ഇൻ മോസ്റ്റ് കേസസ് വിൽ ബി റിവോൾവിംഗ് അറൌണ്ട് വർക്ക് എക്സ്പീരിയൻസ്. സോ യു വിൽ ഹാവ് ടു ടോക്ക് അബൌട്ട് യുവർ ഡൊമൈൻ. യു ഷുഡ് ഓൾസോ ഹാവ് ബെറ്റർ ക്ലാരിറ്റി ഓൺ വാട്ട് യു വാണ്ട് ടു ഡു ആഫ്റ്റർ യുവർ MBA. സോ ഒരു 1.5 വർഷത്തിൽ കൂടുതലൊക്കെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണെങ്കിൽ നിങ്ങൾ വർക്കിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു മാനേജ്മെന്റ് കരിയർ ബിൽഡ് ചെയ്യണമെന്നുള്ളതും അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു ഷോർട്ട് ടേം ഗോൾ നിങ്ങൾക്ക് എന്ത് ഡൊമൈനിൽ കിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും കുറച്ചുകൂടെ ക്ലാരിറ്റി വേണം. അപ്പൊ ഞാനൊരു ഫ്രഷർ ആയിരുന്നതുകൊണ്ട് ഞാൻ എഴുതിയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം MBA മാനേജ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള എന്തെങ്കിലും ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി യു വിൽ ബി ഗുഡ് അറ്റ് മാനേജ്മെന്റ്. നിങ്ങൾ BA ചെയ്തിട്ടുണ്ടാവാം, BSc ചെയ്തിട്ടുണ്ടാവാം, BCom ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ BTech ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ ഒരു ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു ഗെറ്റ് ദിസ് ക്വസ്റ്റ്യൻ, റൈറ്റ്? ഐ മീൻ ഒരു BTech കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു MBA ചെയ്യണം, അല്ലെങ്കിൽ ഒരു BSc കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് MBA ചെയ്യണം? ബിക്കോസ്
you will face a lot of questions revolving around, I mean, do you think this is an injustice to the degree which you have pursued എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പം ആ ഒരു സമയത്ത് എന്തൊക്കെ ഇവന്റ്സ് ആണ്, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി വൺ ഇവന്റ് ഓർ ഇറ്റ് ക്യാൻ ബി ലൈക്ക് I mean multiple events which happened over a course of time which eventually made you think that okay, you will be building a good career in management. അത് SOP-ൽ സ്റ്റാർട്ടിങ്ങിൽ എഴുതുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അഗൈൻ ഇത് എന്റെ ടെംപ്ലേറ്റ് ആണ്, ഞാനാണെങ്കിൽ ഇങ്ങനെയാണ് എഴുതുക. സോ അതാണ് എന്റെ ആദ്യത്തെ സാധനം, അതായത് എന്താണ് ഇതിന്റെ ഒരു മോട്ടിവേഷൻ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ഞാൻ എഴുതാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോട്ടിവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എഴുതാൻ പോകുന്നത് വൈ FMS എന്നുള്ളതാണ്. മനസ്സിലായല്ലേ? അപ്പം ഇപ്പം ഞാനിപ്പോ എന്റെ സാധനത്തിൽ ഞാനിപ്പോ മൊത്തം എന്റെ പ്രൊഫൈൽ ഹൈലൈറ്റ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആണ്, ഇതൊക്കെ ടെക് ഹാക്കത്തോൺസ് ആണ്, NGO സോഷ്യൽ വർക്ക് ഒക്കെ എനിക്ക് പറയാൻ പറ്റുന്ന സാധനമാണ്. കാരണം ഒരുപാട് കോർഡിനേഷൻ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നുള്ളത്. അവാർഡ്സ് കുറെ ഉണ്ട്, പക്ഷെ അവാർഡ്സ് എടുത്തെടുത്ത് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമില്ല. അവർക്ക് റെലവെന്റ് ആയിട്ടുള്ള സാധനം കൊടുക്കുക എന്നുള്ളതാണ്. ഹോബീസ് വെച്ചിട്ടും ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ സേ ദാറ്റ് ഐ ക്യാൻ ബിൽഡ് എ ഗുഡ് കരിയർ ഇൻ മാനേജ്മെന്റ് ആസ് എ ഫ്രഷർ. സോ എന്റെ ഉള്ളത് ഒരു keralarescue.in ആണ് ഇപ്പം എന്റെ ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനത്തെ എന്തെങ്കിലും സാധനം ഉണ്ടാവും. ഇറ്റ് ക്യാൻ ബി സംതിങ് ലൈക്ക് ഓക്കെ, നിങ്ങളൊരു എന്താ പറയാ, ക്ലോസ്ലി ഇപ്പൊ ഒന്നുമില്ലാത്ത ആൾക്കാർക്ക് നിങ്ങൾ ക്ലോസ്ലി ബിസിനസ് പോഡ്കാസ്റ്റുകൾ കണ്ടു, ബിസിനസ് ലീഡേഴ്സിനെ ഫോളോ ചെയ്തു. അപ്പൊ അങ്ങനെ ഫോളോ ചെയ്തപ്പോഴത്തേക്കും യു ഗെറ്റ് ഇൻട്രൂഡ് ബൈ ഹൗ ദേ ആർ ഡൂയിങ് ദിസ് തിങ്. സോ യു ഡിഡ് മോർ റിസർച്ച്, യു ലേൺഡ് എ ലോട്ട് ഓഫ് കേസ് സ്റ്റഡീസ്. അപ്പൊ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ബിൽഡ് ചെയ്തു എന്നൊക്കെ പറയാം. ഐ മീൻ ഇതില് പ്രത്യേകിച്ച് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, പക്ഷെ ദർ ഷുഡ് ബി യുവർ മോട്ടിവേഷൻ ഫാക്ടർ ആസ് ടു വൈ യു വാണ്ട് ടു ഡു ആൻ MBA. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് മൈ എക്സ്പീരിയൻസ്. അപ്പം എന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്ട്രോങ് സ്യൂട്ട് എന്ന് പറയുന്നത് ലീഡർഷിപ്പ് റോൾസ് ആണ്. അപ്പൊ മൈ എക്സ്പീരിയൻസ് അക്രോസ് ലീഡർഷിപ്പ് റോൾസ് and as the founding volunteer of keralarescue.in gave me the first real exposure to managing operations, motivating a diverse team and taking decisions under crisis. Leading 55,000 volunteers during the floods taught me the thrill of solving problems at scale and helped me realize I enjoy taking responsibility, inspiring people and driving outcomes. So basically I did something, I really liked it, and I thought like okay, I can make a career out of this. And then I am saying what's my motivation to join FMS. So with my current understanding, I just told that okay, I feel like marketing is where my strengths and interests converge. FMS with its unmatched legacy, industry linked ecosystem and the culture built on student driven initiatives. FMS in the highlights എനിക്ക് തോന്നിയ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ very small campus. It's not like I mean management is pumping in huge money. It's all student driven. Most of the views course is student driven, but FMS അത് എടുത്തു പറയാറുള്ള സാധനമാണ് കംപ്ലീറ്റ്ലി സ്റ്റുഡന്റ് driven എന്നുള്ളത്. അപ്പം ഐ ഫീൽ ലൈക്ക് ഇറ്റ് വിൽ ബി ദി ഐഡിയൽ ലോഞ്ച് പാഡ് ബിക്കോസ് ഐ എം എ ഫ്രഷർ, റൈറ്റ്? സോ പിന്നെ ഞാൻ ഡൽഹി NCR സാധനം എഴുതി, എക്സ്പോഷർ, സ്ട്രോങ് അലുമിനി നെറ്റ്വർക്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലൈഫ് പ്രൊജക്ട്സ് പെർഫെക്റ്റ്ലി അലൈൻ വിത്ത് മൈ ഗോൾസ്. ഓവർ ദി നെക്സ്റ്റ് 2 years ഐ വാണ്ട് ടു എക്സ്പ്ലോർ മൾട്ടിപ്പിൾ ഡൊമൈൻസ്. സോ ഞാൻ ഇവിടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞെങ്കിലും ഐ എം ഓൾസോ ടെല്ലിംഗ് ദം ദാറ്റ് കം ഓൺ ബോസ്, ഐ മീൻ ഞാൻ ഇതിൽ വർക്ക് ചെയ്തൊന്നും ചെയ്തിട്ടില്ല. വിത്ത് മൈ ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് നോളജ് ഐ ഫീൽ ലൈക്ക് ഐ വുഡ് ബി ഗുഡ് അറ്റ് മാർക്കറ്റിംഗ്. ബട്ട് ഡെഫിനറ്റ്ലി ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു മോർ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. ഐ മീൻ 2 years under 2 years I'll be doing a general management program in one of the top B schools. I'll be meeting people from various geographies. I'll be experiencing the diversity. So I'm looking forward to, I am keeping myself open to explore other domains as well. അതും കൂടി പറഞ്ഞിട്ട് ഞാൻ എഴുതുകയാണ്. I mean and ultimately shape a career where I build impactful organizations and inspire people just as the leaders from FMS has done. സോ ഇതാണ് എന്റെ ഒരു SOP വേരിയന്റ്. ഈ ഒരു സാധനം അതേപോലെ കോപ്പി ചെയ്യരുത്. 2 ChatGPT നിങ്ങൾ ഉപയോഗിക്കരുത്. ChatGPT ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ 1:6 റേഷ്യോയിൽ നിങ്ങൾ തട്ടിപ്പോകും. കാരണം 6 പേര് അവർ ഒരു സീറ്റിന് വിളിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് 4 പേരും ChatGPT ഉപയോഗിക്കും, 2 പേര് അവർ സ്വന്തമായിട്ട് എഴുതും. കാരണം സ്വന്തമായിട്ട് എഴുതി ഇങ്ങനത്തെ ഒരു സാധനം നിങ്ങൾക്ക് ChatGPT-നോട് ചോദിച്ചു എഴുതാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടിന്റെ അടുത്ത് നിങ്ങളെ കുറിച്ച് ഇതുപോലത്തെ ഒരു സാധനം എഴുതി തരാൻ പറഞ്ഞാൽ പോലും അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങൾക്കേ അറിയുള്ളൂ വാട്ട് ആർ യുവർ മോട്ടിവേഷൻ, വാട്ട് ഓൾ യു ഹാവ് ഡൺ ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പൊ നിങ്ങൾ നേരെ പോയിട്ട് നിങ്ങൾ ഒന്നും അറിയാം, നിങ്ങളെ കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തൊരു ChatGPT-യുടെ അടുത്ത് ഒരു സാധനം അയച്ചു തരാൻ പറഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ജനറിക് സാധനം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ സിഗ്നേച്ചേഴ്സ് നിങ്ങളുടെ SOP-യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ടഫ്. അതായത് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് നിങ്ങൾ ആര് വേണമെങ്കിലും ഒരു ChatGPT ജനറേറ്റഡ് SOP അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ നോട്ടത്തിൽ ഞാൻ പറഞ്ഞുതരാം ChatGPT ജനറേറ്റഡ് ആണെന്ന്. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ് മിസ്റ്റേക്ക്. IIM പ്രൊഫസേഴ്സ് ആർ വെരി സ്മാർട്ട്. അവർ ഒരുപാടധികം ഈ പറയുന്ന അസൈൻമെന്റ്സും പ്രോജക്ട്സും ഒക്കെ ChatGPT ജനറേറ്റഡ് കാണുന്നതാണ്, എക്സ്റ്റൻസീവ് റിസർച്ച് ചെയ്യുന്നതാണ്. അവരെ ഔട്ട്സ്മാർട്ട് ചെയ്യാൻ നോക്കുകയേ ചെയ്യരുത്. ദയവ് ചെയ്ത് ഇന്റർവ്യൂ അവരെ ഔട്ട്സ്മാർട്ട് ചെയ്യാൻ നോക്കരുത്. അവർക്ക് നിങ്ങളെ വെള്ളം കുടിപ്പിക്കണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കുടിപ്പിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെൻട്രൽ ഗവൺമെന്റിൽ എവിടെ PM-ന്റെ അഡ്വൈസേഴ്സ് പോലും ഈ പറയുന്ന IIMസിനും ടോപ്പ് ബി സ്കൂളിലൊക്കെ ഉള്ള ഫാക്കൽറ്റീസ് ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. അതേപോലെ ഇപ്പം ഫിനാൻസ് അഡ്വൈസറി, എക്കണോമിക്സ് അഡ്വൈസറിയിലൊക്കെ നാഷണൽ ലെവലിൽ
ആ ലെവലിൽ ഇരിക്കുന്ന ആ സ്മാർട്ട്നെസ് ഉള്ള ആൾക്കാരെ നിങ്ങൾ ഔട്ട് സ്മാർട്ട് ചെയ്യാൻ നോക്കരുത് എന്നുള്ള ഒരു അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ഉള്ള ക്വസ്റ്റ്യൻസ് എക്സ്പീരിയൻസ്. അപ്പൊ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് വർക്ക് എക്സ്പീരിയൻസ് ആണ്. ഈ വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ഇന്റേൺഷിപ്പ് എഴുതാം, ഇന്റേൺഷിപ്പ് ഇല്ലാത്തവർക്ക് അപ്രന്റീസ്ഷിപ്പ് എഴുതാം. ഈ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു NGO ഇന്റേൺഷിപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതാം. അപ്പൊ ഞാൻ എന്റെ റെസ്യൂമേൽ അവിടെ നിങ്ങൾ കുറച്ച് ഇപ്പൊ 1000 ക്യാരക്ടേഴ്സ് ഉണ്ട്, അത്ര അധികം എഴുതാണ്ടാവില്ല. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ 1-2 സാധനങ്ങൾ എഴുതാണ്ടാവില്ല. ഇപ്പൊ ഒരു മെയിൻ ഹെഡിങ് ഇട്ടിട്ട് അതിന്റെ അടിയിൽ സബ് ബുള്ളറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ എഴുതാം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇതെന്റെ IIM ഇൻഡോർ എന്നുള്ള റെസ്യൂമാണ്. അപ്പൊ ഇൻഡോറിലുള്ള റെസ്യൂമേലാണെങ്കിൽ ഞാൻ IIM ഇൻഡോറില് പ്രൊഡക്ട് മാനേജ്മെന്റ് ക്ലബിന്റെ സീനിയർ മെമ്പർ ആയിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് അതിന്റെ ഫൗണ്ടിങ് മെമ്പർ ആയിരുന്നു. അപ്പം അതെന്താണെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. അത് മാക്സിമം ക്വാണ്ടിഫൈ ചെയ്ത് എഴുതാൻ പറ്റിയാൽ നന്നായിരിക്കും. സേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇവിടെ എഴുതിയിരിക്കുന്ന സാധനം ലൈവ് പ്രോജക്ട് കേരള റെസ്ക്യൂ കേരള സ്റ്റേറ്റ് IT മിഷൻ. അപ്പൊ അതിൽ ഞാൻ ഫൗണ്ടിങ് മെമ്പർ ലെഡ് ദി ഓപ്പറേഷൻസ് ഓഫ്. അപ്പൊ ഓപ്പറേഷൻസ് ഒരു കീവേഡ് ആണ്. ഒഫീഷ്യൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോർട്ടൽ. ദി പോർട്ടൽ ഹാഡ് ഓവർ. അവിടെയാണ് ക്വാണ്ടിഫിക്കേഷൻ വരുന്നത്. നേരത്തെ ഞാൻ ക്വാളിറ്റേറ്റീവ് ആയിട്ടാണ് പറഞ്ഞത്. ഇവിടെ ഞാൻ ക്വാണ്ടിഫൈ ചെയ്ത് പറയുന്നത് 20 ഫീച്ചേഴ്സ്, 55,000 ഗ്രൗണ്ട് വോളണ്ടിയേഴ്സ്, 2,000 ടെക്നിക്കൽ വോളണ്ടിയേഴ്സ് ആൻഡ് 5,000 ഹെൽപ്പ് റിക്വസ്റ്റ്. അപ്പൊ അവിടെ കുറെ ക്വാണ്ടിഫൈബിൾ സാധനമായി. ഇപ്പൊ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സാംസങ്ങിന്റെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ headed the mobile business of 500 crore market of 2 districts, handled the secondary sales, primary distribution to the market development distributor, sell out manager from 500 retail point through. അപ്പൊ ഇങ്ങനെ ഉള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒരു മെയിൻ ഹെഡിങ്ങിന്റെ അടിയിൽ മൾട്ടിപ്പിൾ ഹെഡിങ്സ് ആയിട്ട് എഴുതുക. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതൊന്നും ആരും സ്വന്തം റെസ്യൂമെ തുറന്നൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൊന്നും കാണിക്കില്ല. ബട്ട് ഐ ആം ലൈക്ക് ആർക്കെങ്കിലും ഇതുകൊണ്ട് ഗുണം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നുള്ള ഒരു ഇതിലാണ് ഞാനിതെല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. എക്സ്ട്രാ കരിക്കുലർസ് ഓൾറെഡി നമ്മൾ ഈ പ്രൊഫൈൽ ഉണ്ടാക്കിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. പക്ഷെ എക്സ്ട്രാ കരിക്കുലർ എഴുതുമ്പോഴത്തേക്കും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വെരി ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ടെർമിനോളജീസ് യൂസ് ചെയ്യാതിരിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കോളേജിലെ ആർട്സ് ഫെസ്റ്റിവലിന്റെ പേരെന്ന് പറയുന്നത് സർഗം എന്നാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വോൺ ഫസ്റ്റ് പ്രൈസ് ഇൻ എക്സ്റ്റംബർ ഫോർ സർഗം എന്ന് പറയാതെ വോൺ ഫസ്റ്റ് പ്രൈസ് എമംഗ് സേ ഇത്ര ടീംസ് അല്ലെങ്കിൽ ഇത്ര സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇത്ര പാർട്ടിസിപ്പൻസ് in say if it's a state level event, arts festival, then you can say that in the state level arts festival hosted by XYZ college, അല്ലെങ്കിൽ it's an intra college event അല്ലെങ്കിൽ ഒരു ഇന്റർ കോളേജ് ഇവന്റ്, അങ്ങനെയുള്ള ടെർമിനോളജീസ് യൂസ് ചെയ്യുക. കുറെ ആൾക്കാർ നാട്ടിൽ കേട്ടിട്ടില്ലാത്ത പേരൊക്കെ അവരുടെ ടെക് ഫെസ്റ്റിന്റെയും അവരുടെ കൾച്ചറൽ ഫെസ്റ്റിവലിന്റെ ഒക്കെ പേരിട്ടിട്ട് ഈ പറയുന്നത് നിങ്ങൾ ഒരു ഇന്ത്യയിലുള്ള ടോപ്പ് കോളേജിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതണം. അല്ലാതെ നിങ്ങളുടെ നാട്ടിലെ പഞ്ചായത്തിന്റെ പേരൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്. മറ്റേ ടെൽ മി അബൌട്ട് യുവർസെൽഫിൽ തന്നെ പല ആൾക്കാരുമായി കം ഫ്രം എന്തെങ്കിലും XYZ എന്നൊക്കെ പറഞ്ഞിട്ട് പഞ്ചായത്തിന്റെ പേരൊക്കെ പറയും. ഇതൊന്നും അവർക്ക് അറിയില്ല. മാക്സിമം സ്റ്റേറ്റ് പറയാ, കൂടിപ്പോയ ഡിസ്ട്രിക്ട് പറയാ, അത്ര അതിൽ നിങ്ങൾ നിർത്തുക. അക്കാഡമിക് ഓണേഴ്സ് പ്രൈസസ് ആൻഡ് സ്കോളർഷിപ്പ് ഡീറ്റെയിൽസും നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി ഇപ്പൊ നിങ്ങൾ സ്കൂൾ ടോപ്പർ അല്ലെങ്കിൽ സ്കൂളിലെ ഒരു സബ്ജക്ട് ടോപ്പർ അതൊക്കെ ആണെങ്കിൽ അതും നിങ്ങൾക്ക് പ്രൊജക്ട് ചെയ്ത് എഴുതാം. ഇതാണ് എന്റെ മൊത്തം FMSന്റെ ഒരു മൊത്തത്തിലുള്ളൊരു സമ്മറി. SPJ ഞാൻ സെപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊക്കെ തന്നെയാണ് SPJ ചെയ്യാനുള്ളത്. വേർഡ് ലിമിറ്റ്, ക്യാരക്ടർ ലിമിറ്റ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കാം, പക്ഷെ തമ്പ് റൂൾസ് സെയിം ആണ്. സോ ഇതൊക്കെ വെച്ചിട്ട് എല്ലാവരും ഒരു അടിപൊളി SOP നല്ല ടൈം എടുത്ത് തന്നെ ചെയ്യുക. എന്നിട്ട് എല്ലാവരും ഈ പറയുന്ന ടോപ്പ് ഡിസ്കോഴ്സിൽ ലാൻഡ് ചെയ്യട്ടെ, FMSൽ ലാൻഡ് ചെയ്യട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പം ഇതിനു വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. ഓക്കെ, പ്രിപ്പറേഷൻ ഒക്കെ ലാസ്റ്റ് ലെഗ് ആണ്. നമ്മളുടെ കാറ്റ് മാരത്തോൺ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ആ ഒരു ഹൈ സ്പിരിറ്റിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ താങ്ക്സ് ലോട്ട് വൺസ് അഗൈൻ ഫോർ വാച്ചിങ് മൈ വീഡിയോ. ആൻഡ് ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം മറക്കണ്ട. നിങ്ങളുടെ MBA ആസ്പിറൻസിനൊക്കെ അത് അയച്ചു കൊടുക്കുക. ഡെഫിനറ്റ്ലി ഐ വിൽ ബി പുട്ടിങ് എ ലോട്ട് ഓഫ് എഫേർട്സ് ബിഹൈൻഡ് ദാറ്റ്. സോ മേക്ക് ഷുവർ ഇറ്റ് റീച്ച് ടു മാക്സിമം people. Thanks a lot. Thank you for watching my video. Bye bye.